അഫി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫിസ്റ്റ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നന്ദി ഹിൽസൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ വിന്യാട് പോകാമെന്നും അതുപോലെ തന്നെ വൈനറി കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പം നമ്മൾ നന്ദി ഹിൽസിൽ നിന്നൊക്കെ നേരെ നമ്മളിപ്പോൾ ഒരു വിന്യാടും അതുപോലെ തന്നെ ഒരു വൈനറിയും കാണാൻ വേണ്ടി വന്നിരിക്കണം. ഗ്രോവർ സെംബ വൈനറി, അതാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്ന വൈനറിയുടെ പേര്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ഒരു വൈനറിയാണ്. അതുപോലെ തന്നെ ഇവർക്കൊരു വൈൻയാർഡ് ഉണ്ട്. ഇപ്പോൾ ഗ്രേപ്സിൻ്റെ സീസൺ അല്ല, അതുകൊണ്ട് തന്നെ ഈ ബാരലൊക്കെ എംറ്റിയാണ്. സീസണാണ് സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്രേപ്സൊക്കെ ഇട്ട് നമുക്ക് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസും പൾപ്പൊക്കെ എടുക്കാം. പിന്നെ ഫെബ്രുവരി ടു ഏപ്രിലാണ് ശരിക്കും പറഞ്ഞാൽ ഹാർവെസ്റ്റിംഗ് ടൈം. പിന്നെ ബാക്കിയുള്ള മന്ത്സൊക്കെ ആ ചെടികളുടെയൊക്കെ സംരക്ഷണം ചെയ്ത് പിന്നെ അതുപോലെ തന്നെ പ്രൂണിങ് ഒക്കെ ചെയ്യുന്ന ടൈമാണത്. പിന്നെ ഇത് മോസ്റ്റ് അവാർഡഡ് വൈനറി ഇൻ ഇന്ത്യയാണ് ഈ ഗ്രോവർ വൈൻയാർഡ്. ഇവർക്ക് കുറേ അധികം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വൈൻസ് ഉണ്ട് ഇവിടെ. കുറേ കൺട്രീസിലേക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ട്. മോർ ദൻ 25 കൺട്രീസ് എന്നാണ് ഇവർ പറഞ്ഞത്. എല്ലാ വൈനറികളിലും നമുക്ക് അവിടെ പോവാനോ അതുപോലെ തന്നെ അവിടുത്തെ വൈനറി കാണാനോ അതിനുള്ള പെർമിഷനൊന്നുമില്ല. ബാംഗ്ലൂരുള്ള വൈനറികളിൽ പെർമിഷനുള്ള ഒരു പ്ലേസാണ് ഈ ഗ്രോവർ സെംബ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ 4 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് അവിടുത്തെ വിന്യാർഡ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് അവിടുത്തെ വൈനറി കാണാൻ പറ്റും. പിന്നെ വേറെ ഒരെണ്ണം വൈൻ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, വൈൻ ടേസ്റ്റിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബാരൽ റൂം, അത് നമുക്ക് കാണാനുള്ള പെർമിഷൻ ഉണ്ട്. ഇത് 4 കൂടിയിട്ട് അവർ പറയുന്ന റേറ്റ് ₹1500 പെർ ഹെഡാണ്. ദാറ്റ് ഈസ് വിത്തൗട്ട് ടാക്സ്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വൈൻ ടേസ്റ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ വേണ്ട, അതില്ലാതെ നമുക്ക് ഈ 3 കാര്യങ്ങൾ, അതായത് വൈനറി, വിന്യാർഡ് ആൻഡ് ബാരൽ റൂം, ഇത് 3 കാണാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. അവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇത് 3 ചെയ്തു തരാം. കാരണം മെയിനായിട്ട് ആൾക്കാർ വരുന്നത് വൈൻ ടേസ്റ്റിങ്ങിനാണ്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസ് ആൻഡ് വൈനറി ആയിരുന്നു ഈ ഗ്രോവർ സെംബ. ഇവിടെ ആദ്യം ഈ വൈനറി ടൂറിൻ്റെ പാക്കേജിൽ ലഞ്ച് കൂടെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ലഞ്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ ഓഫീസ്. ഇവിടെ നമുക്ക് വന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. ബൈ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാം. അതല്ല ഇവിടെ വന്നിട്ട് നമുക്ക് ബുക്കിംഗ് പറയണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. 2 രീതിയിലും നമുക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ കുറേ വൈൻ ബോട്ടിൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈൻസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. വൈൻ മേക്കിംഗ് പ്രോസസ്സിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഗ്രേപ്സ് ഒക്കെ കളക്ട് ചെയ്ത് അതിൻ്റെ സ്റ്റെമ്മൊക്കെ റിമൂവ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് ഈ ഗ്രേപ്പിൻ്റെ ജ്യൂസ് ഫെർമെൻറ്റേഷൻ ടാങ്കിലേക്ക് മാറ്റുകയാണ്. ഈ ടാങ്ക് ഇരിക്കുന്നത് ഒരു പ്രത്യേകം റൂമാണ്. ഈ റൂമിന് ഫെർമെൻറ്റേഷൻ റൂം എന്നാണ് പറയണത്. ഈ റൂമിൽ കുറേ അധികം തന്നെ ഫെർമെൻറ്റേഷൻ ടാങ്കുകളുണ്ട്. പല സൈസിലാണ് അതുള്ളത്. 1000 ലിറ്റേഴ്സ്, 3500 ലിറ്റേഴ്സ്, പല വോളിയമുള്ള ഫെർമെൻറ്റേഷൻ ടാങ്ക്സ് ഇവിടെ ഉണ്ട്. ഈ ടാങ്ക്സ് എല്ലാം ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് ഗ്രേപ്പ് ജ്യൂസ് ഈസ്റ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ ഷുഗർ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോട്ടിലിംഗ്, ലേബിളിംഗ്, അങ്ങനത്തെ പ്രോസസ്സാണ്. ഇനി നമുക്ക് ബാരൽ റൂമിലോട്ട് പോവാം. ബാരൽ റൂമിൽ വൈൻ സേവ് ചെയ്യണത് ഒരു പ്രത്യേകം നിർമ്മിച്ച ഒരു ബാരലുകളിലാണ്. ബാരലുകളെല്ലാം ഉണ്ടാക്കിക്കണത് തന്നെ ഓക്ക് ട്രീകൾ വെച്ചിട്ടാണ്. അവിടെ റെഡ് വൈനും ഉണ്ട്, വൈറ്റ് വൈനും ഉണ്ട്. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. ഈ ബാരൽ റൂമിൽ കാണുന്ന എല്ലാ ബാരലുകളും തന്നെയും ഹാൻഡ് മെയ്ഡാണ്. So we have 225 liter barrels, we have 300 liter barrels. Yeah, this thing. Yeah, we have 500, 1000 and that's 2000 liter barrel. Whichever barrel doesn't have that red mark, it is a white one. Okay, हाँ. So this is for the identification, right? No, this one. Okay. So whichever, some barrels won't have these red marks at all. So that is the white wine barrel. Okay, fine. So all that red when you're pouring the wine into the barrel. This comes naturally, right? Yeah. ഫെർമെൻറ്റേഷൻ റൂമിൽ പല സൈസിലുള്ള ടാങ്ക് പോലെ തന്നെ ഇവിടെയും പല സൈസിലുള്ള ബാരലുകളുണ്ട്.
വൈറ്റ് വൈൻ്റെ റെഡ് വൈനിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെഡ് വൈൻ്റെ ഈ ബാരലിൻ്റെ മുകളിലത്തെ ക്ലോസിങ്ങിൽ ഒരു റെഡ് കളറ്, ഇത് നാച്ചുറലി വരുന്നതാണ് ഈ റെഡ് കളറ്, അങ്ങനത്തെ ഒരു റെഡ് കളർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് വൈൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ റെഡ് കളറ് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ. പല ടൈപ്പ് വൈൻസ് ഇവരിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു ടാങ്ക് ഫില്ല് ചെയ്യുമ്പോൾ ആ ടാങ്ക് എന്നാണോ ഫില്ല് ചെയ്തത് അതിൻ്റെ ഡേറ്റ് ഇവരിവിടെ ആ ബാരലിൽ അല്ലെങ്കിൽ അതിൻ്റെ ടാങ്കിൽ നോട്ട് ചെയ്ത് വെക്കും. ഏറ്റവും പഴക്കമുള്ള വൈനാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ട് ടൈപ്പിലും ഉണ്ട്, ബാരലുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ ടാങ്കിലും സൂക്ഷിക്കുന്നതുണ്ട്. ഇതാണ് ഇതിൻ്റെ റെഡ് കളർ, ഇതാണ് റെഡ് വൈൻ. വേറെ ചില ബാരലിന് റെഡ് കളർ ഉണ്ടായിരിക്കില്ല, അതായിരിക്കും വൈറ്റ് വൈൻ. But when you put wines into a clay pot, they retain the fruitiness and the freshness of the wine. So, history lesson, during the Romans, when they were drinking wine, when they were conquering Europe, they never used to drink the water of the country they invaded. They used to drink the wine which they carried. So the wine in the clay pot used to last longer for them, and it used to help preserve the wine's fruitiness and the freshness of the wine. So it will be less alcoholic also? No, it will be alcohol, but this will be more fruity and fresh. If you put wines in the barrel, they become more stronger and more powerful. What is the chemical like? That is just an indication that where the wine is. We are using for our reds and for our white. So this is again experiment. Hopefully by next year only we'll be labeling the bottle. So the total capacity of this is 750 liters. There it will be transparent from morning. So that people can see the wine inside. So this is completely transparent. So this is a new one you're going to start, We are right? going to be starting. And just for our tourists to see the wine inside, so that they also know what actually happens. അപ്പം നമ്മുടെ വൈനറി ടൂറൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വിൻയാർഡ് കാണാൻ വേണ്ടി പോവാണ്. അതിവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, അധികം ദൂരമല്ല, ഒരു 10 minutes ഡ്രൈവ് അത്രേ ഉള്ളൂ. ഇവരുടെ തന്നെ ഓൺ പ്രോപ്പർട്ടിയാണിത്. എനിക്ക് ഈ ഒരു വാളിൻ്റെ പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമായി. ഇത് ചെടിയല്ല, ഇതൊരു പെയിൻറ്റിംഗ് ആണ്, പക്ഷേ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസിനോട് ചേർന്നിട്ട് തന്നെ ഇവരുണ്ടാക്കുന്ന വൈനുകൾ ഇവരിവിടെ സെല് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. ഈ ഒരു ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നല്ല രസമായിട്ട് ഈ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പോണ്ടും പിന്നെ അതുപോലെ തന്നെ അതിൽ കുറേ ഫിഷുകളും. ഈ ഫിഷിൻ്റെ പേരാണ് കോയ് ഫിഷ്. പിന്നെ ഇവർ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫിഷിൻ്റെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തന്നപ്പോൾ തന്നെ കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പോണത് ഇവരുടെ തന്നെ വിൻയാർഡ് കാണാനാണ്. ഈ ഗ്രോവ് സമ്പ വിൻയാർഡ് ഇവിടെ അടുത്ത് തന്നെയാണ്. ബൈ ബൈ. ഇതാണ് ഗ്രോവർ സമ്പ വൈൻയാർഡ്. ഇവരെ തന്നെ ഓൺ പ്രോപ്പർട്ടിയാണ്. ഇവരിതിന് വേണ്ടിയിട്ട് ഈ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ ഗ്രേപ്സ്. ഇത് ഓഫ് സീസൺ ആയ കാരണം അധികം ഞങ്ങൾക്ക് ഗ്രേപ്സ് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്പ് സ്റ്റോമ്പിങ് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സീസണിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചെയ്യാം. അപ്പോൾ ഈ ഒരു വൈനറിയുടെയും അതുപോലെ തന്നെ വിൻയാർഡിൻ്റെയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് മീ അഫി സൈനിങ് ഓഫ്.